ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അച്ചുവേട്ടനാണെങ്കിൽ രാവിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അംബിക അവിടെ ഇങ്ങനെ മുറ്റമടിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ അംബിക വന്നിട്ട് ചോദിക്കുന്നത് എന്താ അച്ചുവേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അംബിക പറയുന്നത് ഒന്നുമില്ലാന്നിരിക്കത്തില്ല. അച്ചുവേട്ടനാണെങ്കിൽ ഇപ്പം മോളുമായിട്ട് അവിടെ വീട്ടിൽ സൗഭാഗ്യപുരത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ അച്ചുവേട്ടൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അംബിക ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എന്തിനാ അച്ചുവേട്ടൻ കള്ളത്തരം പറയുന്നത്, അച്ചുവേട്ടൻ സത്യം പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അംബിക പറയുന്നുണ്ട് ഒരു 22 വർഷം മുമ്പ് അച്യുതേട്ടൻ എടുത്തു വെച്ചൊരു ആദ്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അച്യുതൻ പറയുന്നുണ്ട് നമ്മളെ മോള് നമ്മളെ വിട്ടുപോയാൽ എന്താ ചെയ്യുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അംബിക പറയുന്നു എനിക്ക് തല പൊളക്കുന്ന രീതിയിലൊന്നും അച്ചോട്ട് ഇങ്ങനെ സംസാരിക്കില്ല, ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കത്ത് പോലുമില്ല, നമ്മളെ മോള് നമ്മളടുത്ത് തന്നെ നിൽക്കും, അവളെ ആരും കൊണ്ടുപോകാനാ, അവളെ ആരും കൊണ്ടുപോകാനൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അവളെ കല്യാണം കഴിച്ച് വേണം, കല്യാണം കഴിക്കേണ്ട പ്രായമായില്ലേ, അപ്പോൾ പിന്നെ കല്യാണം കഴിച്ചൊക്കെ വേണം, പിന്നെ അപ്പോഴും എന്തായാലും നമ്മൾ ഇതെനിക്ക് അച്ചോട്ട് സങ്കടപ്പെട്ട് ഇരിക്കുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അച്യുതൻ പറയുന്നുണ്ട് അപ്പോഴും എന്തായാലും നമ്മളെ മോളൊരു ജീവിതത്തിന് പോവുമല്ലേ, അവൾ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പോലും, അത് നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്, നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവളെ അച്ഛനും അമ്മയും വന്ന് അവളെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അംബിക പറഞ്ഞു അച്ചോട്ടെ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമിക്ക് എന്താ ഞാൻ അറിയേണ്ടാത്ത കാര്യമൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ചുവേട്ടൻ പറയുന്നത് എന്താ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നത്. അപ്പം ഭൂമി പറയുന്നുണ്ട് ശരി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളെന്ന് പറയുന്നുണ്ട്. അപ്പം ഭൂമി പറയുന്നുണ്ട് അച്ഛാ എനിക്കിപ്പോൾ ഒരു വലിയൊരു അസുഖമായിട്ട് വന്നിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അച്ഛനെ ചോദിക്കുന്നത് എന്താ മോളെ നിൻ്റെയൊക്കെ പ്രശ്നം, അതേ ഞാനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുമ്പോൾ ഞാനറിയാതെ തന്നെ ഇങ്ങനെ എനിക്ക് സ്വപ്നങ്ങൾ വരുമോ അച്ഛാ, അത് ഞാൻ അവിടെ പോയതിന് ശേഷം മറ്റേ സത്യൻ സാറിൻ്റെ റൂമിൽ ആ മോളെയും ഭാര്യയുടെയൊക്കെ ഫോട്ടോ വന്നതിന് ശേഷം ഇപ്പോൾ അതാ അച്ഛാ എനിക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും അപ്പം സത്യൻ സാറാണെങ്കിൽ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ആ ഭാര്യയുടെയും മോളെയും കാര്യങ്ങൾ ചിന്തിപ്പാ ജോലി, ഞാനൊരു കാര്യം തീരുമാനിച്ച് എന്തായാലും ഇനി ആ കുഞ്ഞിനെയും ആ അമ്മയെ കുറിച്ച് എന്തായാലും ഒന്ന് അന്വേഷിച്ചിറങ്ങാമെന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ നമ്മൾ ഭൂമിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അച്ഛനാണെങ്കിൽ ഒന്നിങ്ങനെ ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭൂമി പറയുന്നുണ്ട് ശരി അച്ഛാ ഞാനെന്നാൽ പോയിട്ട് വരാം. അപ്പം അച്ഛൻ ചോദിക്കുന്നത് മോളോടെ പോകുന്നല്ല എനിക്കൊരു സ്ഥലം വരെ പോകണം, ഞാനെന്നാൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അച്ഛനും പറയുന്നുണ്ട് മോളെ നീ ആ മാല ഒന്നും ഊരി തന്നേന്ന് നോക്കി. അപ്പം നമ്മൾ ആ ഭൂമിക്ക് എന്തിനാ അച്ഛാ, അതെ എൻ്റെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ മോഡലൊന്ന് കാണണമെന്ന് പറയുന്നത്, അത് ഏത് ഫ്രണ്ട്, ഞാനറിയാത്ത ഏത് ഫ്രണ്ടാന്നൊക്കെ നമ്മളിങ്ങനെ ഭൂമിയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഭൂമി മാലയൊക്കെ ഊരി കൊടുത്തിട്ട് ഭൂമി അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അച്ഛനാണെങ്കിൽ ഇങ്ങനെ മാല എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് മാല കണ്ടാലല്ലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഭൂമി അവിടുത്തെ കൊച്ചാണെന്ന്, അപ്പം അതെന്തായാലും ഇനി ഊരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ അച്യുതൻ ഇങ്ങനെ മാലയെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഭൂമിയാണെങ്കിൽ ഒരു ട്രസ്റ്റിൽ നിനക്ക് അച്ഛൻ്റെ അസുഖമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇതിപ്പം പരിഗണിക്കുന്നില്ല എന്ന് ഇപ്പം എല്ലാവരും കൂടെ തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഭൂമി എടുത്ത് ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭൂമിയാണെങ്കിൽ എല്ലാം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ തിരിച്ചങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ കിട്ടുന്ന സമയത്താണെങ്കിൽ ഭൂമിയാണെങ്കിൽ പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മളെ മുത്തശ്ശി കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ വിളിക്കും, അമ്മേ വാ വന്ന് കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുത്തശ്ശി കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇരിക്കും. അപ്പോൾ മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാധവന് മനസ്സിലാവുന്നു അയ്യോ ഇതെന്തോ പണിയാന്നൊക്കെ മാധവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എൻ്റെ അജയൻ്റെ തലയിൽ ഞാൻ അഞ്ജനയെ കെട്ടിവെക്കേണ്ട കാര്യം എനിക്കൊന്നും കൂടെ ആലോചിക്കണം, ഇങ്ങനൊരു പെണ്ണിനെ എൻ്റെ അജയമ്മൻ്റെ തലയിൽ ഞാൻ കെട്ടിവെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഭയങ്കര വാശിയിലൊക്കെ ഇരിക്കും കേട്ടോ. മാധവൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കുടുംബക്ഷേത്രത്തിലെ പൂജാരി വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി ഇത് ഞാൻ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയെ വിളിക്കുന്നത് പറയുമ്പോൾ ആ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങൾ കൊച്ചുമോളാണെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ കയ്യിലാണെങ്കിൽ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് നിൽപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചോദിക്കണം അവർ അമ്മയില്ലേന്ന് നിൽക്കുന്ന സമയത്ത് അമ്മയുണ്ട്, പക്ഷേ അവർ പറഞ്ഞിട്ടാണെങ്കിൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ മാധവൻ്റെ അടുത്ത് പറയും മാധവ വാ, പിന്നെ സംഗീതേ അജയ് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ വണ്ടി എടുത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഭൂമിയാണെങ്കിൽ ഒരു പാർട്ടിക്കാരെയൊക്കെ കാണാൻ വേണ്ടി പോയി നിൽപ്പുണ്ട്. അവരുടെ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഫണ്ടൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവരാണെങ്കിൽ അതൊന്നും സഹായിക്കാത്തൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഭൂമി അവരുമായിട്ട് കൂട്ടിയിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൃഷി എല്ലാവരും ആണെങ്കിൽ അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് നമ്മളെ ഭവാനിയാണെങ്കിൽ ഓടി വന്നിട്ടാണെങ്കിൽ പറഞ്ഞു അമ്മേ എൻ്റെ മോളെ രക്ഷിക്ക്, അവൾ മരിക്കാൻ വേണ്ടിയൊക്കെ നോക്കുകയാണെന്നൊക്കെ പറയുന്നത്. കാര്യം കർപ്പൂരം കയ്യിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ മരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെ ഭവാനിയാണെങ്കിൽ അങ്ങ് തകർത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശിയും എല്ലാവരും കൂടെ പെട്ടെന്ന് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭവാനി പറഞ്ഞിട്ട് അജയ് അടുത്ത് മോനെ ഒന്ന് പോയി അവളിൽ നിന്ന് രക്ഷിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ അജയ് ആണെങ്കിൽ ഓടി വന്നിട്ടാണെങ്കിൽ കയ്യിൽ കർപ്പൂരമൊക്കെ തട്ടി കളയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ടാണെങ്കിൽ അഞ്ജനയുടെ കൈ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് അഞ്ജനയുടെ കൈ ആണെങ്കിൽ പൊള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മോളെ എന്തോ നീ കാണിച്ചു, നീ എന്തിനാ ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറയുമ്പോൾ അഞ്ജനാണെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അഞ്ജന പറയും ഞാൻ എൻ്റെ മുത്തശ്ശിയെ സങ്കടപ്പെടുത്തിയില്ലേ, അച്ഛനില്ലാത്ത കുട്ടിയില്ലേ ഞാൻ, അപ്പോൾ എന്നെ ആ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ
കാര്യങ്ങളൊന്നും അറിയിക്കാതില്ലേ എൻ്റെ മുത്തശ്ശി എന്നെ വളർത്തിയത്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ച് മുത്തശ്ശിക്ക് സങ്കടമാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞപ്പം നമ്മളെ മാധവൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് തീരാറാവുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവണമെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ റൂമിൽ കൊണ്ട് ഇരുത്തിയാണ്. പക്ഷേ അവരവിടുന്ന് കള്ള് കുടിക്കുന്നതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട്. അവർ കോളയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിച്ച് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെയല്ലേ നമ്മളെ മുത്തശ്ശി അടുത്ത് പറഞ്ഞാൽ എനിക്ക് അജയ്യെ ഭയങ്കര ഇഷ്ടമാണ്, മുത്തശ്ശി അജയ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ സഹി കേട്ടിട്ടാണെങ്കിലും നമ്മൾ എങ്ങനെയും അജയുടെ കൈയൊക്കെ പിടിച്ച് അഞ്ജനയുടെ കയ്യിലൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അജയ്ക്കാണെങ്കിൽ അതിനൊട്ടും താല്പര്യമില്ല. അപ്പം അജയ് ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മളെ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറയുന്നു. അങ്ങനെ ഭവാനിയും അഞ്ജനയോടാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടാണെങ്കിൽ അവിടെ നിന്ന് മറ്റേ ആ തിരുമേനിക്കാണെങ്കിൽ പൈസയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനിയും ഞങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ തിരുമേനി പറയുന്നത് അത് ശരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തിരുമേനി അവിടെ നിന്ന് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭവാനി ചോദിക്കുന്നു നമ്മളെ കൈ വേദനിക്കുക എന്നൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അവർ ഭവാനി പറയുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് അവർ മരുന്ന് തന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഭവാനി പറഞ്ഞു മോളെ ആ കയ്യിലൊട്ടിച്ചിരിക്കുന്ന ആ ആർട്ടിഫിഷ്യൽ ഇതൊന്ന് ഇളക്കി കളയാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭവാനി ആണെങ്കിൽ പറയുന്നതനുസരിച്ച് നമ്മൾ അഞ്ജനാണെങ്കിൽ അത് ഇളക്കിയൊക്കെ കളയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത് എന്തായാലും അജയ്ക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഭവാനി പറയുന്നത് അവനെന്തോ വേറെ ചിന്തയിലൊക്കെ ആയിരുന്നു നിന്ന്, അതുകൊണ്ടാണ് അവനിക്ക് മനസ്സിലാവാഞ്ഞെന്നൊക്കെ നമ്മൾ ഭവാനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഞ്ജന പറയുന്നത് ഇനിയിപ്പോൾ എന്താ പ്ലാൻ? അപ്പോൾ പറയുന്നുണ്ട് ഇനി നമുക്ക് ഒരു നല്ല ഹോട്ടലിൽ പോയാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ നമ്മളെ ഭവാനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അഞ്ജന പറയുന്നുണ്ട് എന്തായാലും അജയ്ക്കാണെങ്കിൽ ഇതെന്തായാലും ആർട്ടിഫിഷ്യൽ സ്റ്റിക്കറാണെന്ന് എന്തായാലും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷമായിട്ട് അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തി അവരെടുത്തല്ലോ. അപ്പം ആ ഒരു സന്തോഷത്തിലാണെങ്കിൽ നമ്മൾ അഞ്ജനയും ഭവാനിയും തിരിച്ച് പോകുന്ന രംഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.